എന്താടി അയ്യോ എനിക്ക് വേണ്ടി കപ്പടിച്ചു ശോഭ ജനങ്ങളുടെ ഹൃദയം കൊണ്ടുപോയെന്ന് ശോഭ പറഞ്ഞായിരുന്നു. എടി എനിക്ക് വേണ്ടി PR ചെയ്ത് നീയൊക്കെ എനിക്ക് കപ്പടിച്ചു തന്നില്ലേ? പോ 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 എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ കിടന്ന് വെറുതെ സാരി എടുത്ത് ഷോ കാണിക്കണ്ട, വേണ്ട വേണ്ട. ഇതെന്തോ സുഖമായിട്ടിരിക്കുന്ന? ഞാനിതാ എന്നെ ഇവിടെ ബിഹൈൻഡ് വീട്ടുകാരെ പിടിച്ചോണ്ടിരിക്കുക. ഫസ്റ്റ് ഇന്റർവ്യൂ. ശോഭ ഒരു ചോദ്യം അഖിൽ മാരാരോട് ചോദിക്കണം. ഇതുവരെ ചോദിക്കാതെ മാറ്റിവെച്ച ഇതുവരെ ചോദിക്കാതെ മാറ്റിവെച്ച ഒരു ചോദ്യം എന്ന് അഖിലിനോട് ചോദിക്കണം. ഐ ലവ് യു. അഖിൽ മാരാരുടെ ഫാൻസിനെ കാണണ്ടേ? ഒരു ഫാൻസ് മീറ്റ് ആണ് ഇവിടെ. അങ്ങ് നോക്കിക്കോ. ആ അവരൊക്കെ ഞാൻ സ്ലേറ്റം കൊടുക്കുവാടി. കാണാം കാണാം. കൊച്ചിക്ക് വരുമ്പോ വിളിക്കാം. ആ ഓക്കെ. ആ മതി മതി. ഞാൻ വരുന്നുണ്ടോ? മറ്റന്നാ വരുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഇത് നിങ്ങൾ നേരിട്ടായിക്കോ. ഞങ്ങളുടെ പരിപാടിയൊക്കെ തീർന്നു. ഓക്കെ ബൈ. എന്റെ ആറ്റുകാലമ്മേ. മാരാറിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. ആ ഒരു ഡയലോഗില്ലേ, ഞാനൊരു 500 തവണയെങ്കിലും ഇപ്പൊ പലരും പറഞ്ഞു കേട്ടു. ഈ ഫാൻസ് എല്ലാവരുടെ ആ ഡയലോഗ് എടുത്തിട്ട് അലക്കുവാണ് എന്ന് ഇടയ്ക്കെപ്പോഴും തോന്നിയിരുന്നു. അത് കേട്ടപ്പോ സത്യത്തിലൊരു കൊള്ളാലോ എന്ന് തോന്നിയായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ തോന്നി ഡയലോഗ് അടിക്കുന്നു. ഞാൻ ഇനി ഇരിക്കുന്ന തട്ടിന്റെ കാലിളക്കിട്ടിട്ട് പുല്ല് താഴെ ഇരുത്തിയിട്ട് എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ സ്കോർ. അത് മമ്മൂക്കയുടെ ഡയലോഗ് അല്ലേടൂ, ഞാൻ പറഞ്ഞൊന്നുമല്ല. അല്ല എന്നാലും അതെങ്ങനെ എല്ലാരും കൂടെ അഖിൽ മാരാർക്കായിട്ട് ഇപ്പൊ നൽകിയതിൽ ഒരു സന്തോഷം. അഖിൽ മാരാർ എന്ന് പറയുന്ന ആള്, ഞാൻ സത്യം പറയാം, എനിക്ക് ആദ്യം ഒന്നും അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ഉള്ള കാര്യം സത്യമായിരുന്നു. പക്ഷെ പിന്നീട് ബിഗ് ബോസ് ഇങ്ങനെ കണ്ട് തുടങ്ങിയപ്പോഴാണ് കൊള്ളാലോ, ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഇങ്ങനെ നന്നായിട്ട് അറിയാലോ. അതെ, എന്നെ ഇങ്ങനെ പറയുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം? അല്ല, അങ്ങനെ ഏത് ശത്രുവിനെയും മിത്രമാക്കാനുള്ള ആ പ്രത്യേക കഴിവ് അഖിൽ മാരാർക്കുണ്ടോ? പക്ഷേ ശത്രുവിനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും? ശത്രുവിനെ സ്നേഹിക്കാൻ എന്താ വലിയ പാട്? ക്യാമറ ഒന്ന് ഓഫ് ചെയ്യട്ടേട്ടാ. വലിയ പാടൊന്നുമില്ലടോ. ആരെയും നമുക്ക് ആരോടും വിരോധമുണ്ട. എന്തിനാണ്